പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ 234 വീടുകളുടെ താക്കോൽദാനം പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. 2,70,00,000 രൂപ വായ്പയെടുത്തുകൊണ്ടാണ് പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 234 വീടുകൾ ഒരുമിച്ച് നൽകാൻ സാധിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വീടുകളുടെ താക്കോൽദാന ചടങ്ങ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. 245 ഫയൽ കെട്ടുമായി പട്ടാമ്പിയിലേക്ക് പഞ്ചായത്ത് വണ്ടി വിളിച്ചു പോകേണ്ട ഒരു ഗതികേട് ഈ ബിഒക്ക് വന്നിട്ടുണ്ട്. എന്താ കാരണം? നിങ്ങൾക്ക് ഇതിന്റെ മുന്നിലിരിക്കുന്ന ഈ പാവങ്ങൾക്ക് വീട് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. വീട് കൊടുത്തു കാരണം തന്റെ മണ്ഡലത്തിൽ ഞാൻ പേരൊന്നും പരാമർശിക്കുന്നില്ല. തന്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത മാത്രം വീടുകള് പരുതൂർ പഞ്ചായത്ത് എന്തുകൊണ്ട് വാരിക്കോരി കൊടുക്കുന്നു എന്നാണ്. പണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇവിടുത്തെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരോ ഉദ്യോഗസ്ഥന്മാരോ കൊണ്ടുവന്നതല്ല. എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് പാവപ്പെട്ട 242 വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 165 വീട് കൊടുത്തപ്പോ ഒരു ബസ് പോലീസിന്റെ കാവലിനോടുകൂടിയാണ് നമ്മൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതാ 4-5 വണ്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടിയ പോലീസ് വന്നത് കൊണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം അവരെ നമ്മൾ മാനിക്കുന്നു, നിയമത്തെ നമ്മൾ മാനിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PTM ഫിറോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MP ഹസൻ, അഭിയടമന, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മഴവിൽ മനോരമ, മറിമായം ഫെയിം, സലിം ഹാസൻ, ഇടവേള റാഫി, രാമദാസ് പരുതൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.